നേരം പോക്കാണ്. ട്രെയിലറിലൊക്കെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വന്നിരുന്നു. എന്താ പറയുക, നാടകീയതയാണ്, ഞാൻ ബാക്കിലേക്ക് പോവാണ് എന്നൊക്കെ പറഞ്ഞു വന്നിരുന്നു. പക്ഷെ അല്ല, ഒരു കുഴപ്പമില്ല. പടമായി വന്നപ്പോ ട്രെയിലറിലും എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ പടമായി വന്നപ്പോ ഒരു കുഴപ്പമില്ല. ഞാൻ വെറുതെ ഒരു പ്രൊമോഷൻ പറഞ്ഞല്ല, എന്തായാലും കണ്ടു നോക്കിയാൽ അറിയാൻ പറ്റും. നന്നായിരുന്നു. മൊത്തത്തിൽ എനിക്ക് ബോറടിക്കില്ല. നമുക്കൊരു നല്ലൊരു എന്റർടൈൻമെന്റ് ആണ്. ഉണ്ട്. കാരണം എന്റെ ഹസ്ബൻഡ് ഒന്നും അങ്ങനെ പെട്ടെന്ന് തന്നെ ഒന്ന് ചിരിക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷെ അയാള് പോലും ചിരിക്കുന്നുണ്ടായിരുന്നു. നല്ല നേരം പോക്കായിരുന്നു. കുടുംബശ്രീയും കുഞ്ഞാടും വളരെ നല്ലൊരു പടം തന്നെയാണ്. കാരണം നമ്മുടെ ഇപ്പോഴത്തെ ലൈഫിൽ, പ്രത്യേകിച്ച് ജീവിതത്തില്, പ്രത്യേകിച്ച് ഫാമിലി മെമ്പേഴ്സിന് നടക്കുന്ന പല പ്രശ്നങ്ങളുമാണ് ഇതിൽ മെയിനായിട്ട്. ഒത്തിരി പുതിയ ആളുകൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട് ഈ പടത്തില്. ഒത്തിരി ആളുകൾക്ക്, അതിലൊരു വ്യക്തിയും കൂടിയാണ് ഞാൻ. ഇപ്പൊ ഞാൻ അഭിനയിച്ച ഒരു പടമായതുകൊണ്ട് പറയുന്നില്ല, പ്രത്യേകിച്ച് ഫാമിലി മെമ്പേഴ്സ് തീർച്ചയായും ഈ പടം കാണണം. കാരണം അത് ഓട്ടോമാറ്റിക് ആയിട്ട് പലരും മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ഇപ്പൊ ധ്യാൻ എന്ന് പറയുന്ന വ്യക്തി ഒട്ടുമിക്ക എല്ലാവർക്കും, പ്രത്യേകിച്ച് പുതുമുഖ ഡയറക്ടേഴ്സിന് എല്ലാവർക്കും എന്താ പറയാ ചാൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് പഴയ ശ്രീനിവാസനെ പോലെ തന്നെ ഒത്തിരി നല്ല നല്ല പടങ്ങളുടെ ഭാഗമായിട്ട് വരുന്നത്. ധ്യാൻ ശ്രീനിവാസനെതിരെ വളരെ മോശമായിട്ട് രീതിയിൽ ഡീഗ്രേഡിംഗ് ആണ് മനഃപൂർവ്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ ഒരു പടം കാണുമ്പോൾ അതിനുള്ള ശരിക്കൊരു വ്യത്യാസം കാണാൻ സാധിക്കും. ഇനി നല്ല മറുപടി എന്ന് മാത്രമല്ല, ഒരു കുടുംബ സദസ്സ് സ്വീകരിക്കുന്നതായിട്ടാണ് ശരിക്കും കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് മസ്റ്റായിട്ടും ഫാമിലി ആയിട്ട് തന്നെ വരണം. കാരണം ഇക്കാലഘട്ടങ്ങളിൽ പല കുടുംബങ്ങളിൽ നടക്കുന്ന വളരെ മോശമായിട്ട് സംശയം കൊണ്ടും മറ്റു പല പ്രശ്നങ്ങളും നടക്കുന്ന വളരെ എന്താ പറയുക കാര്യങ്ങളൊക്കെ തുറന്നു കാണിക്കുന്ന രീതിയിലേക്കാണ് ഇത് പോയിരിക്കുന്നത്. പ്രത്യേകിച്ച് ബെന്നി പീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ പ്രൊഡ്യൂസറും കൂടിയാണ്. അദ്ദേഹം നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് തന്നെ മഹേഷ് ഏട്ടൻ, ക്യാമറ ലോവൽ, ഡയറക്ടർ മഹേഷ് ഏട്ടന്റെ 2, 3, 4 പടങ്ങളാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ്, ഒരു ഡയറക്ടറുടെ എക്സ്പീരിയൻസ് തികച്ചും നമുക്ക് ഈ പടത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, തീർച്ചയായും പടം കാണുക, വിജയിപ്പിക്കുക. ഫസ്റ്റ് ഷോന് തന്നെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. ഇനി നിങ്ങളാണ് വിജയിപ്പിക്കേണ്ടത്. പടം നല്ല രീതിയിൽ പോട്ടെ. എല്ലാവരും ആശംസകൾ.